السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والفائزين بالرضا أما بعد. AI മനുഷ്യന് സമാന്തരമാകുമോ എന്ന ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം മനുഷ്യരായ നമ്മൾ തേടിപ്പോകൽ നിർബന്ധമാണ്. AIയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ നാം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യൻ്റെ പല കാര്യങ്ങളിലും AI മനുഷ്യനെ സർപ്പാസ് ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഡാറ്റ അനാലിസിസ്, ഇമേജ് റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ കോഡ് എഴുതുക, ഫിനാൻഷ്യൽ പ്രോബ്ലം മനസ്സിലാക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളിൽ നിന്ന് AI മനുഷ്യനെ സർപ്പാസ് ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. ഈ AI എന്നുള്ളത് ഒരു സ്പെസിഫിക് ഡൊമൈൻസിന് വേണ്ടി, ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സിസ്റ്റമാണ്. ആയതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന എല്ലാ AIകളും ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിലാണ് ഉൾപ്പെടുന്നത്. ബേസിക് ലെവൽ തൊട്ടിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സെൽഫ് കാറുകൾ വരെ ഓടിക്കുക എന്നുള്ളത് എല്ലാം ഈ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നു. ഏത് സ്പെസിഫിക് ടാസ്കിനാണോ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ പരിധിക്ക് ചുറ്റും മാത്രമാണ് ഇതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം. ഇതിനുള്ള ഒരു കഴിവ് ഇത് നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് ഡാറ്റകൾ സ്വീകരിക്കാനുള്ള ഒരു എബിലിറ്റിയും, അതുപോലെ തന്നെ അത്രത്തോളം കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഉപയോഗിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും, മാത്രമല്ല അതിൽ നിന്നും പാറ്റേണുകൾ മനസ്സിലാക്കാനുള്ള എബിലിറ്റിയും ഒക്കെ കൊണ്ടാണ്. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ അത്രയും ഡാറ്റ എഫിഷ്യൻ്റ് അല്ല AI എന്നുള്ളത്. മനുഷ്യൻ ഒരു മികച്ച ഡാറ്റ എഫിഷ്യൻ്റാണ് എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം പറയാം. 4 ടൈപ്പ് പൂച്ചകളെ കണ്ടാൽ മനുഷ്യനെ പറയാൻ സാധിക്കും എന്താണ് പൂച്ചകൾ എന്നുള്ളത്. ഇതേ ഒരു എഫിഷ്യൻ്റ് AIക്ക് എത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് ഇമേജുകൾ സ്വീകരിക്കുന്നതായിട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു AIയുടെ പ്രാഥമിക നേട്ടം എന്നുള്ളത് ഏത് സ്പെസിഫിക് ഡൊമൈൻസിനാണോ അതിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ മാത്രം മികവ് കാണിക്കാൻ കഴിയുക എന്നുള്ളതാണ്. AIക്ക് ഒരു ഫിക്സ്ഡ് സ്കോപ്പാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ സ്കോപ്പ് എന്നുള്ളത് വളരെയധികം വിപുലത സിദ്ധിച്ചതാണ്. മാത്രമല്ല ഈ ഒരു AIയുടെ ക്വാളിറ്റി അളക്കുന്നത് AIയുടെ ട്രെയിനിങ് ഡാറ്റ ക്വാളിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റ ക്വാളിറ്റിയിൽ ബയാസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ AIയുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഈ AIക്ക് ഒരു സ്വയം മികച്ചു നിൽക്കുന്നതിനുള്ള, മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവുകൾ AIക്ക് ഇല്ല എന്നും വസ്തുതയാണ്. മനുഷ്യനെ പോലെ ഒരുപാട് ഇമോഷണൽ ബാഗേജുമായിട്ടല്ല AI കടന്നു വരുന്നത്. മനുഷ്യൻ്റെ AIക്ക് ഫീഡ്ബാക്കിൽ നിന്നും ഒരു സ്വയം തിരുത്തലിനുള്ള സാധ്യത വളരെയധികം കുറവാണ്. മനുഷ്യനെ പോലെ ധാർമ്മികപരമായി ചിന്തിച്ച്, വികാരപരമായി ചിന്തിച്ച് സ്വയം തിരുത്താനുള്ള ഒരു കഴിവ് AIക്ക് ഇല്ല എന്നുള്ളതും വസ്തുതയാണ്. ദീർഘകാലം ഈ ആളുകൾ ചിന്തിച്ചിരുന്നത്, ഈ ആർട്ടിഫിഷ്യലിൻ്റെ ഗവേഷകർ ചിന്തിച്ചിരുന്നത്, മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബ്രെയിനിനകത്ത് നടക്കുന്ന ജൈവിക പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു AIയെ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. പിന്നീടുണ്ടായ ഒരു വലിയ മാറ്റം എന്നുള്ളത്, മനുഷ്യൻ്റെ ബ്രെയിനിനകത്ത് നടക്കുന്ന ഈ ജൈവ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസുകളും മനസ്സിലാക്കണമെന്നില്ല ഒരു റിയൽ AI ഉണ്ടാക്കണമെങ്കിൽ. ഒരുപാട് ഡാറ്റകൾ, അതുപോലെ തന്നെ അത്ര തന്നെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഉപയോഗിച്ച് ഇന്ന് കാണുന്ന 5G പോലുള്ള ടെക്നോളജികളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് മനുഷ്യൻ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാലും മനുഷ്യൻ്റെ കോറബിലിറ്റി, അതുപോലെ തന്നെ സഹാനുഭൂതി, അവ്യക്തമായ പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതെല്ലാം AIയിൽ നിന്ന് മനുഷ്യനെ അതുല്യനാക്കി നിലനിർത്തും എന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. AI മനുഷ്യന് സമാന്തരമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഈ AIക്ക് അപകടകരമായ, യഥാർത്ഥമായ ഒരു പുറംമുഖമൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഒരു ഐഡിയൽ സിനാരിയോ എന്നുള്ളത് ഈ ഒരു സഹകരണ ലോകത്ത് മനുഷ്യൻ്റെ ജീവിതത്തെ ഓഗ്മെൻറ്റ് ചെയ്യാനും, ചിലവ് കുറക്കാനും, ക്ലൈമറ്റ് ചേഞ്ചിനെ ചെറുക്കാനും, രോഗം വരുന്നതിന് മുമ്പേ ആരോഗ്യത്തെ സംരക്ഷിക്കാനും, തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ AI ഇന്നുണ്ട്. അതുകൊണ്ട് AIയെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ ഒരു സഹകരണ ലോകത്ത് മനുഷ്യൻ AIയുമായി
എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ചിന്തിക്കലാണ് അഭികാമ്യം. ആരാണ് സുപ്പീരിയർ എന്ന് ചിന്തിക്കലല്ല. അതുകൊണ്ട് മനുഷ്യൻ AI എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നിടത്ത് തുടങ്ങും ഈ ഒരു മാറ്റം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.